ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? നല്ല മഴയാണല്ലോ എല്ലായിടത്തും. നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്തിങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബീഫ് കിട്ടിയപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറുവരി ഉണ്ടല്ലോ, ചോറ് വെക്കുന്ന സാധാ ചോറ് വെക്കുന്ന കുറുവരി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് ഉലുവ, അതായത് ഒരു പിടി ഉലുവ, പിന്നെ ഒരു 1.5 മുറിയോളം തേങ്ങ, ഒരു 2-3 പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് നൈസാക്കി അരിഞ്ഞ് ചേർത്തിട്ടാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ പട്ട പൂവൊക്കെ ചേർക്കാം, അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ സെയിം അളവ്, അതായത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടി എടുക്കുമല്ലോ, അതിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യാറ്. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ് ഈ തേങ്ങാച്ചോറ് എന്ന് പറയുന്നത്. അധികം മലപ്പുറം ജില്ലയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണാം കേട്ടോ. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കൂടുതൽ നല്ല നെയ്യോ എല്ലൊക്കെ കൂടിയിട്ടുള്ള കുറച്ച് ബീഫും ഉണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കുറച്ച് ചേന ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാ നോർമലി ബീഫ് കറിയല്ല, കുറച്ച് മസാല ഒക്കെ ചേർത്തിട്ട് ഒരു ചേനയൊക്കെ കൂട്ടി വെക്കുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയും തേങ്ങാച്ചോറും അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മാണ് ചോറ് ഉണ്ടാക്കുന്നത്, ഉമ്മാണ് കേട്ടോ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അപ്പോഴത്തേക്കും നമുക്ക് കറി ഉണ്ടാക്കാം. കുറച്ച് ഉലുവ, കുറച്ച് പെരിഞ്ജീരകം, ഒരു ഏലക്ക, ഒരു കറാമ്പട്ട, ചെറിയൊരു കറാമ്പൂവ്, പിന്നെ ഒരു തക്കോലം. നൂത്ത് വരുന്ന സമയത്ത് ഒരു നൈസാക്കി അരിഞ്ഞിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ പ്രത്യേകം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കറിയിൽ കൂടുതൽ ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മുളകും പൊടി, കുരുമുളക് പൊടിയൊക്കെയാണ് കൂടുതൽ ഇടാറുള്ളത്. ഇതിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. കാരണം ചേന ഇടാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്ന കേട്ടോ. ചിലയിടത്തൊക്കെ ഇതുപോലെ ചേന കൂട്ടി കറി വെക്കും, ചിലയിടത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കും. ഉരുളക്കിഴങ്ങ് ഇട്ട് ഇതുവരെ ഞാൻ ബീഫ് വെച്ചിട്ടില്ല, പക്ഷേ ചേന ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതുപോലെയുള്ള തേങ്ങാച്ചോർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സാധാ ചോറിലേക്കൊക്കെ ഈ ചേന ഇട്ടിട്ടുള്ള മസാല ബീഫ് കറി ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഈ ബീഫ് ഇട്ടതിന് ശേഷം. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മേലത്തിരി ഒഴിച്ചു കൊടുക്കും. ചില സമയങ്ങളിൽ ഒരുപാട് ഈ മല്ലിയിലൊന്നും ഒരുപാട് ഇടാറില്ല, കാരണം ആ ബീഫിൻ്റെ ടേസ്റ്റ് പോകണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചതിന് ശേഷം ഒരു 5-6 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബീഫിനനുസരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും 5-6 വിസിൽ വേണ്ടി വരും. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചോറ് ഉമ്മാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരുവിധമൊക്കെ വെള്ളം വറ്റി വെന്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കറി വിസിലൊക്കെ വന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പം നല്ല പരുവായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. നല്ല ചൂടുള്ള തേങ്ങാച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് ചേനയിട്ട് വെച്ച് ബീഫ് കറി വെച്ച് കൊടുക്കാം. ഈ തേങ്ങാച്ചോറ് അച്ചയിൽ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക, ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.